നല്ല ശക്തന്മാരായ ആളുകൾ, നല്ല കരുത്തുള്ള ആളുകൾ, ബോഡി ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ പുഷപ്പൊക്കെ എടുത്ത് നല്ല സിക്സ് ബാക്കൊക്കെ ആക്കി, അല്ല അങ്ങനത്തെയുള്ള ആളുകളും മാത്രമല്ല, അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ നല്ല ഹൃദയം കടുപ്പമുണ്ടാകും. അങ്ങനെയുള്ളവർ മാത്രമല്ല, മറിച്ച് മെലിഞ്ഞിട്ടാണെങ്കിലും ആരുടെ മുമ്പിലും എഴുന്നേറ്റ് ഉറക്കെ സംസാരിക്കാൻ കഴിവുള്ള, കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിവുള്ള, നല്ല ഹൃദയത്തിന് ബലമുള്ള, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ കപ്പാസിറ്റിയുള്ള, അതേപോലെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റുകൾ അദ്ദേഹത്തിന് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അച്ചീവ്മെൻറ്റ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അടുത്ത വർഷം, ഇപ്പോൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ വർഷം അത് ചെയ്തിട്ടേ അദ്ദേഹം മടങ്ങും. അങ്ങനെയും ശക്തനും കരുത്തനുമായ ആളുകൾ. അതേപോലെ ഈ ശക്തിയും കരുത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ ബോഡി ബിൽഡപ്പ് മാത്രം നോക്കരുത്. കാണാൻ ചിലപ്പോൾ സ്കെൽറ്റായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, എന്നെ പോലെ ആയിരിക്കും, പക്ഷേ ആടെ മുമ്പിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കും, കണ്ണുകൾ നോക്കി സംസാരിക്കും, ഒരു ഭയമില്ല, നല്ല കോൺഫിഡൻസ് ആയിട്ട് നിൽക്കും. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള ആളുകൾ സ്കെൽറ്റാണെങ്കിൽ പോലും ഹൃദയത്തിന് കരുത്തുള്ള, ശക്തിയുള്ള ആളുകൾ. ഇവർ ചില സ്ത്രീകളുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടങ്ങി നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഇത്ര ശക്തനും കരുത്തനുമായ ഒരു വ്യക്തി പെൺകുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ, മറിച്ച് ആ പെൺകുട്ടിക്കറിയാം അവനെ എങ്ങനെ കൊണ്ട് നടക്കണം, എങ്ങനെ അനുസരിപ്പിക്കണം എന്ന് ആ പെൺകുട്ടിക്ക് കൃത്യമായിട്ടറിയാം. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ ചില സ്ത്രീകളുമുണ്ട്, നല്ല ശക്തന്മാരായ, കരുത്തുള്ള, ഹൃദയം കൊണ്ട് ബലമുള്ള, ആരുടെ മുമ്പിലും കണ്ണിൽ നോക്കി സംസാരിക്കുന്ന, ഹൃദയത്തിന് കടുപ്പമുള്ള സ്ത്രീകളുണ്ട്. ആരുടെ മുമ്പിൽ കാര്യങ്ങൾ പറയും, തുറന്നു പറയും, ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷേ അവർ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ, തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ, തൻ്റെ ആങ്ങളുടെ മുമ്പിലൊക്കെ അവർ പറഞ്ഞതുപോലെ അനുസരിക്കും. ആ വസ്ത്രം ധരിക്കേണ്ട ധരിക്കൂല, എന്നിടത്ത് പോകണ്ട പോകില്ല, കൃത്യമായി അനുസരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ അവളെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് ആ പറയുന്ന വ്യക്തിക്കറിയാം. അതാണ് യാഥാർത്ഥ്യം. അതേപോലെ ചില കുടുംബത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഭയങ്കര പരാതി കുറച്ച് കുട്ടികൾ വലുതാകുമ്പോൾ മാതാവിനും പിതാവിനും ഉണ്ടാകാറുണ്ട്. ഇവിടെ എങ്ങനെ ആ കുട്ടികളെ അനുസരിപ്പിക്കണം? ഞാൻ പുതിയൊരു കസാല വാങ്ങിയിട്ടുണ്ട്, തിരിയുന്ന ഞാൻ വാങ്ങിയല്ല, കമ്പനീൻ്റെ, നല്ല സുഖം. അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ അനുസരിപ്പിക്കണം? ഷൗട്ട് ചെയ്തല്ല, കാര്യങ്ങൾ ബലം പ്രയോഗിച്ചല്ല, അതുപോലെ അടിച്ചും കുത്തിയുമല്ല, ഭയപ്പെടുത്തിയല്ല. ചില ആളുകൾ പേടിപ്പിച്ചിട്ട് അങ്ങനെ ആക്കും. ചില കുട്ടികളെ പോലും ചില ആളുകൾ പേടിപ്പിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയല്ല, മറിച്ച് അവനെ കൂടെ ചേർത്ത് നിർത്തി അവനെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ആ കുട്ടി ചെറിയൊരു കാര്യം ചെയ്തു, മാർക്കിൽ നല്ലൊരു മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ നല്ലൊരു ഹെൽപ്പ് ചെയ്തു, രാവിലെ ചെയ്യുന്നു, ബെഡും ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കുറഞ്ഞു വെച്ചു, എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ, പെൺകുട്ടിയാണെങ്കിൽ പോലും വീട്ടിലെ പണി എടുക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ പരാതി പറയാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ പ്രോത്സാഹനം നൽകുക, അതിനുവേണ്ടി സമ്മാനങ്ങൾ നൽകുക, അളവറ്റ് സ്നേഹിക്കുക. ചെറിയ തടവൽ മതിയാകും, ചെറിയൊരു ചോക്ലേറ്റ് മതിയാകും, ചെറിയൊരു നീ ഉഷാറാണെന്ന് ഒരു നെഞ്ഞിൽ തട്ടിയുള്ള വർത്തമാനം മതിയാകും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിന് നല്ല പ്രോത്സാഹനം നൽകുക. അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും നീ അടിപൊളിയാണ്, ഉഷാറാണെന്ന് പറയുക. തൻ്റെ കുട്ടി കേൾക്കെ മറ്റുള്ളവരോട് പറയുക അവനെപ്പറ്റി നല്ലത് മാത്രം. അങ്ങനെ അവനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിച്ച് മനസ്സിലാക്കി അവനോട് എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമുക്ക്